അതായത് നിങ്ങളില്ലാതെ എനിക്കെന്ത് ആഘോഷം എന്നാണ് താരം കഴിഞ്ഞ ദിവസം ഫാൻസിനൊപ്പം സമയം ചെലവിട്ട് പറഞ്ഞത്. നമ്മളെല്ലാം അത് കേട്ടതുമാണ് അല്ലേ. ഇപ്പോൾ മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ 25ാം വാർഷികാഘോഷത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വിളിച്ചു പറയുന്ന ഒരു വാചകമാണ് എനിക്കെൻ്റെ പിള്ളേരുണ്ടടാ. മോഹൻലാലിന്റെ ഈ മാസ് ഡയലോഗ് കേട്ടതോടെ ആരാധകർ വലിയൊരു ആവേശത്തിലായി. വിവിധ ജില്ലകളിൽ നിന്നെത്തിയ ആരാധകർ ലാലിനൊപ്പം സെൽഫി എടുത്തും ഫോട്ടോ എടുത്തുമാണ് വാർഷിക ദിനം ആഘോഷമാക്കിയത്. ആദ്യത്തിന് ഓമനക്കുടഞ്ഞുണ്ട്. ആദി, ഞാൻ ആദ്യം ഈ വാർത്ത, അതായത് ലാലേട്ടൻ പറയുന്ന ഈ വാചകം ഞാൻ ആദ്യം കേൾക്കുന്നത് കഴിഞ്ഞ ദിവസം ആദിയുടെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടിട്ടാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനൊരു സംഭവം നടന്നു എന്നുള്ളൊരു കാര്യം. പിന്നീടാണ് ഞാൻ പേജിൽ പോയി അദ്ദേഹത്തിൻ്റെ ആ മുഴുവൻ പ്രസംഗമൊക്കെ കേൾക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഏതൊരു ലാലേട്ടൻ ഫാനിനെ സംബന്ധിച്ചും നമ്മളെയൊക്കെ ഒന്ന് കോരിത്തിരിപ്പിക്കുന്ന നിമിഷം തന്നെയാണ് എനിക്കെൻ്റെ പിള്ളേരുണ്ടടാ എന്നൊക്കെ പറയുന്നത് അല്ലേ. ഞാനൊരു മോഹൻലാൽ ആരാധകനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണിത് ഇപ്പോൾ നടന്നത്. അതുകൊണ്ടാണ് ഞാനത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടത്. എനിക്ക് എൻ്റെ പിള്ളേരുണ്ടാ എന്ന് മോഹൻലാൽ പറയുകയാണ്. ഇത് സിനിമ ഡയലോഗ് ഞാൻ സ്മരിപ്പിക്കുന്ന രീതിയിലൊരു ചെറിയ പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിന് കഴമ്പുണ്ട്. കാരണം നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു നടനാണ് മോഹൻലാൽ. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ തുടർച്ചയായി പരാജയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ പോലും ചോദ്യം ചെയ്ത തരത്തിലുള്ള നിരൂപണങ്ങൾ, പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, മോഹൻലാലിന് എന്നൊക്കെ പ്രതിസന്ധി ഉണ്ടോ അന്നൊക്കെ അദ്ദേഹത്തിന് ഒപ്പം നിന്നിട്ടുള്ള, പതിറ്റാണ്ടുകളെ ഒപ്പം നിന്നിട്ടുള്ള, ഏറ്റവും കൂടുതൽ ആരാധകർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് മോഹൻലാൽ ഫാൻസ്. അതിൻ്റെ 25ാമത്തെ വാർഷികമാണ് ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, അതിൽ 4 വയസ്സുകാരൻ, പാലക്കാട് നിന്നുള്ള ആലത്തൂരുകാരൻ ഈശ്വർ കൃഷ്ണ തുടങ്ങി 4 വയസ്സിൽ തുടങ്ങി പ്രായമായവർ വരെ, പ്രായമായ ഉള്ളവർ വരെയാണ് മോഹൻലാലിൻ്റെ ആരാധകർ എത്തിയിട്ടുള്ളത്. അത് ജനമനസ്സുകളിൽ, കേരള മനസ്സുകളിലുള്ള മോഹൻലാലിൻ്റെ സ്വീകാര്യതയാണ്. ഈ കളക്ഷൻ റെക്കോർഡുകൾ നമുക്ക് പരിശോധിച്ചാൽ അറിയാം. പല സിനിമകൾ വരും, കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കും. പക്ഷേ ഒരു മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് ഒരു അനുകൂല പ്രതികരണം ലഭിക്കുകയാണെങ്കിൽ എല്ലാ കളക്ഷൻ റെക്കോർഡുകളെയും ആ സിനിമ ഭേദിക്കുമെന്നുള്ളതാണ്. ഇനി ഒരു ദിവസം മുഴുവൻ മോഹൻലാൽ ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം തിരഞ്ഞെടുക്കുകയാണ്. ആദ്യം 1 മണിക്കൂർ വൈകിപ്പോയതിന് ക്ഷമ പറഞ്ഞുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ സംസാരിച്ച് തുടങ്ങുന്നത്. അതിലും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, 5500ഓളം പേരാണ് ഒത്തുകൂടിയത്. ആ 5500ഓളം പേരോടൊപ്പവും മോഹൻലാൽ ഫോട്ടോ എടുത്തു എന്നുള്ളതാണ്. അത് വലിയൊരു കാര്യമാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു സൂപ്പർ താരം ഇത്തരത്തിൽ